ടു കിച്ചൺ ടീൽസ്. ഇന്ന് മദേഴ്സ് ഡേ ആണ്. അപ്പൊ ഇന്നത്തെ ഷോപ്പിംഗ് അല്ല, കറക്കം മമ്മിയുടെയും മന്നയുടെയും കൂടിയാണ്. ഇന്ന് രാവിലെ എനിക്കൊരു ഓർഡർ ഉണ്ടായിരുന്നു. ഞങ്ങളത് ഡെലിവറി ചെയ്യാനായിട്ട് വന്നേക്കുക. അപ്പൊ ഇനി മമ്മീനെ പിക്ക് ചെയ്യണം നമ്മുടെ ബീന ചേച്ചിയുടെ അടുത്തുനിന്ന്. ബീന പ്രിറ്റി ഫേസ്. അമ്മ എവിടെ പോകണ്ടേ കഴിക്കാൻ? എവിടെയും മതി. അല്ല, അമ്മയ്ക്ക് പാസ്ത അല്ലേ ഇഷ്ടം? എത്ര സാധനങ്ങൾ ഇഷ്ടം? കോണ്ടിനെന്റലാണ്, നാടൻ വേണ്ടല്ലോ. എന്നാ ഫ്രെഡി, നമുക്ക് മറ്റേ ഇവിടെ തന്നെ പോകാം, മട്ടാഞ്ചേരി. അതെവിടെയാ? ആ പാസ്ത കഴിക്കാം. പിന്നെ ഗാർലിക് ബ്രെഡ് വേണ്ട, കുറെ സാധനങ്ങളുണ്ട്. പിന്നെ മട്ടാഞ്ചേരി പള്ളിയിൽ പോകണം. എങ്ങനെ ഇഷ്ടമായോ ഫേഷ്യൽ? അല്ലേ? അമ്മ ഇതെല്ലാം മാസവും വന്ന് ചെയ്യണം കറക്റ്റായിട്ട്. മമ്മിക്ക് അമ്മയുടെ ഗോറില്ല ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്താ അന്ന മമ്മി പറഞ്ഞപ്പോ എനിക്ക് ചേരുന്നുണ്ടെന്നത്. ഇപ്പൊ കുഴപ്പമില്ല. എനിക്ക് എഴുപതിനാലും അമ്മച്ചിനെയും കാണുന്നുണ്ടായിരുന്നു. പോകാൻ പറ്റും, സമയം ഉണ്ടാവും നമുക്കിന്ന്. ബ്ലോക്ക് ഉണ്ടാവും ആ പോണ വഴിക്ക്. അത് മറ്റേ കുമ്പളങ്ങ വഴി. കുമ്പളങ്ങിയല്ലേ? ഡാഡിക്ക് എന്തായാലും കറക്റ്റ് തിരുതൊക്കെ കിട്ടിയ ഹാപ്പിയാ. തിരുത മുട്ട, തിരുത മുട്ടയും ഫ്രൈ അതെല്ലാം അവിടെ ഉണ്ട്. രാത്രി കഴിക്കാം. പാത്രം കൊണ്ടുവരായിരുന്നു. മന്ന ശരിയായോ മന്നയുടെ യൂട്യൂബ്? ഇല്ല മമ്മി, എന്റെ യൂട്യൂബിന് എന്തോ മോണിറ്റൈസേഷന്റെ ഇഷ്യൂ വന്ന കാരണം എനിക്കിപ്പോ അപ്ലോഡ് ചെയ്യാനും പറ്റുന്നില്ല. ഞാൻ ഓർത്ത് ഈ മോണിറ്റൈസേഷന്റെ ഇഷ്യൂ കഴിഞ്ഞ് ഞാൻ നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പൊ നീ 5-ാം തീയതി അത് അങ്ങനെ പറഞ്ഞു. പക്ഷെ അവര് ഇനിയും മെസ്സേജ് ചെയ്തിട്ട് 7 days കൂടി കഴിഞ്ഞിട്ട് ഇനി അത് 7 days കൂടി കഴിഞ്ഞിട്ട് എന്റെ വേറൊരു ഇമെയിൽ എന്റെ ഓണർ ആക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഇതുണ്ട്. അത് മമ്മി ആ മോണിറ്റൈസേഷന്റെ എല്ലാ ബേസ് ടേംസ് എല്ലാം കഴിഞ്ഞു. പക്ഷെ ഈ പേയ്മെന്റ് കിട്ടാൻ ഒരു സാധനം ലിങ്ക് ചെയ്യണം എന്റെ ചാനലിലേക്ക്. പക്ഷെ അത് പറ്റണില്ല. ഇന്ന് മട്ടാഞ്ചേരി പള്ളിയിൽ പോകുമ്പോ ഒന്ന് പ്രാർത്ഥിക്കും. ഉറപ്പായിട്ടും നടക്കൂടി. പിന്നെ ഇത് പിന്നെ ഇടപ്പള്ളി സെയിന്റ് ജോർജ് അമ്മ പറഞ്ഞില്ലേ കുട്ടനോട്? സെയിന്റ് ജോർജ് പോണ വഴിക്ക് നേർച്ച ഇടുന്ന സ്ഥലം സെയിന്റ് ജോർജ്. തൽക്കാലം എല്ലാരും കൂടി ഒന്ന് പിടിക്കുക. നമുക്ക് ഈ കാര്യം എന്തായാലും നടത്തിയേ പറ്റൂ. എല്ലാരും ചോദിക്കണുണ്ട് മന്നയുടെ വീഡിയോസിൽ എന്ത് പറ്റിയെന്ന്. ചേട്ടാ, മട്ടാഞ്ചേരിയില് പാർക്കിംഗ് കിട്ടില്ല കൂട്ടാ. കാറും കൊണ്ട് അകത്തോട്ട് പോകാൻ പറ്റില്ല. ഫ്രണ്ട് ചേട്ടന് വെയിറ്റിംഗ് ഫ്രാൻസിസ്. നമുക്ക് അങ്ങോട്ട് തന്നെ തിരിച്ചു പോകാം. ഇതാണ് മട്ടാഞ്ചേരിയിലെ ഹോളി ക്രോസ് ചർച്ച്. ഞാനൊരു 10 years എല്ലാ ഫ്രൈഡേ ആണ് ഇവിടുത്തെ സ്പെഷ്യൽ ഡേ. ആൻഡ് പല ടൈമിങ്ങിൽ മാസം നൊവേനയൊക്കെ ഉണ്ട്. അപ്പം ഞാനൊരു 10 years മുടങ്ങാതെ ഇവിടെ വരുമായിരുന്നു. ഇവിടെ വരാനുള്ള മെയിൻ കാരണം ജിജിയുടെ മമ്മിയുടെ സ്വർണ്ണത്തിൻ്റെ ഒരു കൊന്ത കാണാതെ പോയി. അപ്പോൾ അത് കിട്ടാനായിട്ട് ഞാനും മമ്മിയും കൂടി അവിടെ നേർച്ച തന്നു. ആൻഡ് ഫ്രൈഡേയ്സ് ഞാൻ മുടങ്ങാതെ അവിടെ പോകുമായിരുന്നു. ഇവിടുത്തെ നേർച്ച ചുറ്റുവിളക്കും പൂമാലയാണ്. അപ്പം ഞാനെപ്പോഴും ക്യാൻഡിൽ കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കും. ഞാൻ ഹോളി മാസം കൂടും, നൊവേനയും കൂടും. എനിക്കെന്തോ നമ്മൾ എഫേർട്ട് എടുത്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്കത് പോസിറ്റീവായിട്ടേ വരുള്ളൂ എന്നൊരു ഭയങ്കര ഒരു ബിലീഫാണ്. അവിടുത്തെ കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഫോർട്ട് കൊച്ചിയിലുള്ള ഫ്രാൻസിസിലോട്ട് പോയി. നിങ്ങൾ എൻ്റെ ഫേവറേറ്റ് ഫുഡ് സ്പോട്ട്സ് ഇൻ ഫോർട്ട് കൊച്ചി എന്നുള്ള വീഡിയോയിൽ ചിലപ്പോൾ ഈ സ്ഥലം കണ്ടിട്ടുണ്ടാവും. ഈ പ്രാവശ്യം എല്ലാം മമ്മിക്ക് ഇഷ്ടമുള്ള ഡിഷസാണ് പറഞ്ഞത്. പിന്നെ ഞാനും മന്നയൊക്കെ ചെറിയ ഡയറ്റിലായിരുന്നു. ഡയറ്റ് എപ്പോഴും പൊട്ടിപ്പോകാറുണ്ട് റെസ്റ്റോറൻറ്റ്സിൽ പോകുമ്പോൾ. ബട്ട് എന്തായാലും ഡയറ്റ് ആണെന്ന് ഓർത്തിട്ടാണ് വരുന്നത്. പ്രായമാകുമ്പോൾ എനിക്ക് തോന്നുന്നു ജങ്ക് ഫുഡിനോട് കൂടുതൽ ഇഷ്ടം വരുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ നമ്മൾ കേൾക്കാറില്ലേ പിള്ളേരെ പോലെ ആവുന്നു. മമ്മിയുടെ ഏറ്റവും ഫേവറേറ്റാണ് ഫ്രഞ്ച് ഫ്രൈസ്. അടുത്ത ഫേവറേറ്റ് ഡിഷ് സോസേജ്. അപ്പോൾ ഇതിപ്പോൾ പോർക്ക് സോസേജ് ആണ് കേട്ടോ. ബട്ട് ഇവിടുത്തെ ഫേമസ് പോർക്ക് സോസേജ് ആണ്. ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് നമ്മുടെ ടൊമാറ്റോ സോസും സോയ സോസിലും ഒന്ന് സോട്ടേ ചെയ്തേക്കണ കാരണം ചെറിയൊരു മധുരമുണ്ട്. അത് കാരണം മമ്മിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഞങ്ങളിപ്പോഴും ഇത് സ്ഥിരം ഓർഡർ ചെയ്യുന്ന ഡിഷുമാണ്. നെക്സ്റ്റ് ബോയിൽഡ് വെജിറ്റബിൾസ്. സാധാരണ റെസ്റ്റോറൻറ്റ്സിൽ പോകുമ്പോൾ സാലഡ് എന്തെങ്കിലുമൊക്കെയാണ് പറയാറ്. ബട്ട് ഇവിടെ സാലഡ്സ് ഇല്ല കേട്ടോ. പിന്നെ പറഞ്ഞത് ബട്ടർ ഗാർലിക് പ്രോൺസ്. സാധാരണ ഞാൻ ബട്ടർ ഗാർലിക് സ്ക്വിഡ് ആണ് പറയുന്നത്. പക്ഷേ മമ്മിക്ക് സ്ക്വിഡ് അങ്ങനെ വലിയ ഇഷ്ടമില്ല. അപ്പോൾ അത് കാരണം പ്രോൺസ് പറഞ്ഞു. നല്ലായിരുന്നു. ഗാർലിക് ബ്രെഡും നമ്മുടെ ബട്ടർ ഗാർലിക് പ്രോൺസിൻ്റെ ഗ്രേവിയും കൂടിയായിട്ട് കഴിക്കാൻ ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ പറഞ്ഞത് നമ്മുടെ സീ ഫുഡ് അൽഫ്രാഡോ,
ബട്ട് സാധാരണ ഞങ്ങൾ പറയാറ് സീ ഫുഡ് ലിങ്ക്യൂനിയാണ്, അതിവിടെ ഭയങ്കര നല്ല കേട്ടോ. ബട്ട് മമ്മിക്ക് വൈറ്റ് സോസിലുള്ള പാസ്താസാണ് ഇഷ്ടം, അപ്പോൾ അത് കാരണം അത് പറഞ്ഞു. അതും കൂടി വന്നപ്പോൾ നമ്മുടെ ബോയിൽഡ് വെജിറ്റബിൾസ് പിന്നെ ആർക്കും വേണ്ട. യേശുദാസിന്റെ വീട് ഫോർട്ട് കൊച്ചിയിലാണ് യേശുദാസിന്റെ വീട്. അമ്മ ഡാഡിയുടെ ജിജോയുടെ ഡാഡിയുടെ ഫ്രണ്ടാണ് യേശുദാസ് ബേബി, ഞങ്ങളുടെയൊക്കെ ഫ്രണ്ടാണ്. ഇതാണ് വീട്, ഈ ലൈറ്റ് ഇട്ടേക്കണ. ശരി, ഫാബിന്റെയിലാണേ പോണ്ടേ. നെക്സ്റ്റ് ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിലുള്ള ഫാബിന്റെയിലാണ് പോയത്. മണ്ണാച്ചിയാണ് ജിജോയുടെ ഫുൾ ഷർട്ട്സൊക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ അവൾ എവിടെ പോയാലും അപ്പയ്ക്ക് പറ്റിയ ഷർട്ട് എവിടെയെങ്കിലുമൊക്കെ കണ്ടാൽ നോക്കി വെക്കും. പിന്നെ അമ്മയ്ക്കൊരു ഹെന്ന വേണമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഫാബിൻ്റെയിൽ ഹെന്ന കാണുന്നത്. യൂസ് ചെയ്തിട്ട് പറയാം റിവ്യൂ. നെക്സ്റ്റ് ദി ഷോപ്പ് ഫോർട്ട് കൊച്ചിയിൽ തന്നെയുള്ള. ഈ ഫോർട്ട് കൊച്ചിയിൽ സാരിയും കുർത്തിയും ആക്സസറീസും ആൻഡ് ഹോം ലിനൻസും ഇത് കിട്ടുന്ന 3-4 ഷോപ്പ്സാണ് ഉള്ളത്. അതിൽ ദി ഷോപ്പും ഫാബിൻ്റെയും അനൂക്കിയും ഇത് 3 ഞങ്ങൾ എപ്പോഴും പോകുന്നത്. ഈ ഹെയർ ക്ലിപ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ടീനേജേഴ്സിന് ഭയങ്കര നല്ലതായിരിക്കും. നമ്മുടെ സമയത്ത് ഇതുപോലത്തെ ആക്സസറീസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇപ്പം എന്തൊക്കെ ഓപ്ഷൻസാണ് പിള്ളേർക്ക്. മമ്മീനെ കൊണ്ട് എൻ്റെ വീഡിയോസ് കാണിക്കലാണ് കേട്ടോ എൻ്റെ മെയിൻ പണി ഇപ്പോൾ. ഇത് നോക്കേ, ഫുള്ള് നോക്ക്, ഫുൾ കണ്ടിന്യൂ. നെക്സ്റ്റ് പനപ്പിള്ളിനറിലെ സ്പ്രിംഗിൽ ഞങ്ങൾക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. മമ്മി എപ്പോഴും വരുമ്പോൾ ഇവിടെ എപ്പോഴും വിസിറ്റ് ചെയ്യും. ആൻഡ് കുറേ അവിടെ കിട്ടാത്ത കുറേ സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് മേടിച്ചിട്ട് പോകും. ഹായ് ശക്തി. പിന്നെ പോയത് നമ്മുടെ ഷിപ്പ് യാർഡിൻ്റെ അടുത്തുള്ള കസവ് കട. ഡാഡിക്ക് മുണ്ട് നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം മുണ്ടിൽ കുറേ കളക്ഷൻ ഉണ്ട് കേട്ടോ അവർക്ക്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവസാനത്തെ ഈ ഗോൾഡ് കരയാണ്. ഡാഡിക്കുള്ള ഷർട്ടും ഇവിടെ നിന്നാണ് കേട്ടോ വാങ്ങിക്കാറ് എപ്പോഴും. ബട്ട് ഈ പ്രാവശ്യം സൈസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റേമൻസിലാണ് പോയത്. റേമൻസിൽ നിന്ന് ഈ വയലറ്റ് ഷർട്ട് കിട്ടി. ഇതിലൊന്നുമില്ലേ? നെക്സ്റ്റ് നമ്മുടെ ബാനർജി റോഡിലുള്ള ബിഗ് ഫെലോഡി എന്നൊരു ബട്ടർ സ്കോച്ച് ഫെലോഡി.